കര കവിഞ്ഞൊഴുകുന്ന പ്രാർത്ഥനയിൽ ജപമണിമാലകളുണരുന്നു. ഒരുമയിലേവരും കൈകോർക്കാം, കൃപയുടെ പരിമളമുയരുന്നു. പ്രിയതമനായി ഗുരുവരനായി ഈശോ അണയുന്നു. Shalom Fellowship Night. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്മസ് നാളുകൾ കൂടി നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ വേണ്ടി നാം എല്ലാവരും ഒരുങ്ങുന്ന ഒരു കാലമാണിത്. ഈ ദിനങ്ങളിൽ ഈ ശുശ്രൂഷയോട് ചേർന്ന് വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഷാലോം ഫെലോഷിപ്പ് നൈറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിനെ സ്തുതിക്കാം, ആനന്ദത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാം. ഷാലോമിൻ്റെ SPF അംഗങ്ങളും റോസറി ഫെലോഷിപ്പ് അംഗങ്ങളും ഷാലോം അഭ്യുദയകാംക്ഷികളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ ഒരു സായാഹ്നമാണിത്. ഈ സമയങ്ങളിൽ ഷാലോമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ടീം പ്രത്യേകമായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങൾ, പ്രാർത്ഥന ആവശ്യങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളൊക്കെ നമുക്കിപ്പോൾ ഷാലോമിലേക്ക് അയക്കാം. അതിനുള്ള വാട്സപ്പ് നമ്പർ ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. അതിലേക്ക് അയച്ച് നമുക്ക് പ്രാർത്ഥനയിൽ ഒന്ന് ചേർന്ന് ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വലതുകരം ഉയർത്തി 1 തെസ്സലോനിക്ക 5:16 വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. 1 തെസ്സലോനിക്ക 5:16. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ അവസാനത്തെ ലൈൻ നമുക്കൊന്ന് ഇങ്ങനെ മാറ്റി പറയാം. ഇതാണ് യേശു ക്രിസ്തുവിൽ എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണ് നമ്മൾ കേട്ടത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തിൽ കർത്താവിൻ്റെ മുൻപിൽ നന്ദി പറയുവാൻ, സന്തോഷത്തോടെ ആയിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങൾ നമുക്കറിയാം, ഒരു വർഷം നമ്മുടെ മുൻപിൽ നിന്ന് കടന്നു പോവുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ക്രിസ്മസ് ദിവസങ്ങളിലൂടെ. പ്രത്യേകമായിട്ടും ഈ ഒരു വർഷം മുഴുവൻ കർത്താവ് നമ്മെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്തുമാത്രം ദൈവാനുഗ്രഹങ്ങൾ ഓരോ പ്രാർത്ഥനയിലൂടെയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലൂടെയും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നന്ദിയോടെ നമുക്ക് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. അതുപോലെ എപ്പോഴും സന്തോഷത്തോടെ, നമുക്കറിയാം നന്ദി പറയുമ്പോഴാണ് വലിയ സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതം നിറയുന്നത്. അല്ലെങ്കിൽ പരാതി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും കണ്ണുനീരും വേദനയും നിരാശയും ഒക്കെ ആയിരിക്കും. പക്ഷേ നന്ദി പറയുവാൻ തുടങ്ങുമ്പോൾ വലിയ സന്തോഷം കൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കും. വലിയ ആനന്ദം കൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കും. കർത്താവിൽ ആനന്ദിക്കുക എന്നാണ് തിരുവചനം, സങ്കീർത്തകൻ പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആനന്ദത്തോടെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നന്ദിയോടെ ഈ സമയങ്ങളിലായിരിക്കാം. അപ്പോൾ നമുക്ക് വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും മത്തായിയുടെ സുവിശേഷം 11:28 വചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, കർത്താവ് പറയുക,
അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിൻ്റെ വചനം ഈ സായാഹ്നത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് വന്ന് പതിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്ന് പതിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്ന് നിറയട്ടെ. ഒരുപക്ഷെ കർത്താവിൽ സന്തോഷിക്കുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ, ആനന്ദിക്കുവാൻ നമുക്കിപ്പോൾ സാധിക്കുന്നില്ലായിരിക്കും. ഒത്തിരി വേദനയിലൂടെ, ഒത്തിരി ആവശ്യങ്ങളിലൂടെ, കണ്ണുനീരിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക, ഈശോ നമ്മോട് പറയുകയാ, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഈശോയുടെ അടുക്കലേക്ക് വരുവിൻ. ഈശോയുടെ അടുക്കലേക്ക് ഈശോ നമ്മെ ക്ഷണിക്കുന്ന സമയമാണിത്. ഈശോയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. സങ്കടമാണോ, വിഷമങ്ങളുണ്ടോ, അധ്വാനത്തിൻ്റെ ഭാരങ്ങളുണ്ടോ, പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന അവസ്ഥകളുണ്ടോ, എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഈശോ നമ്മെ ആശ്വസിപ്പിക്കും, ഈശോ നമ്മെ ചേർത്ത് പിടിക്കും. അവിടുന്ന് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. അവിടെ നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് നമ്മെ സ്വതന്ത്രരാക്കുന്നവരാണ്. നമ്മളെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുന്നവനാണ്. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഈ സായാഹ്നത്തിൽ ഒന്ന് ചേർന്ന് ആരാധിക്കാം, മഹത്വപ്പെടുത്താം, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാം. ഹല്ലേലൂയ, ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം നമുക്ക് ഓർക്കാം, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും എല്ലാവരെയും സംബന്ധിച്ചുള്ള ദൈവഹിതം. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാം. നമ്മുടെ അധ്വാനങ്ങള്, നമ്മുടെ ഭാരങ്ങള്, നമ്മുടെ കണ്ണുനീര്, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങള് എല്ലാം ഈശോയുടെ അടുക്കലേക്ക് നമുക്ക് കൊടുക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നമ്മളെ വിളിക്കുകയാണ് അവിടുത്തെ സന്നിധിയിലേക്ക്. കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് അവിടുത്തെ സന്നിധിയിലേക്ക്. ആ തിരുസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ആ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വീണ്ടും കൊടുക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സാധിക്കുമെങ്കിൽ നമ്മുടെ രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈശോയെ, എൻ്റെ സന്തോഷങ്ങളെ ഞാൻ തരുന്നു, എൻ്റെ വേദനകളെ ഞാൻ തരുന്നു, എൻ്റെ ജീവിതത്തെ ഞാൻ തരുന്നു. ഈശോയെന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നന്നായിട്ട് കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് സ്തുതിച്ചേ. സ്വരം വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയെന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഷ്ടതയിൽ ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. സന്തോഷത്തോടെ പാടാം. ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്താൽ സൗഖ്യമുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്താൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി പാടിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. പാടിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്. കരങ്ങളടിച്ച് എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. സന്തോഷത്തോടെ പാടാം. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്. എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്. എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്. എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടും ഞാൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കാം.
ഹല്ലേലൂയ പാടിയിടും ഞാൻ ഹല്ലേലൂയ 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 പാടിയിടും ഞാൻ ഹല്ലേലൂയ 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 പാടിയിടും പാടി ഞാൻ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കുന്ന ദൈവമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ തുറന്ന് കണ്ണുകൾ അടച്ച് ഹൃദയപൂർവ്വം നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ അധ്വാനങ്ങള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, പ്രിയപ്പെട്ടവര് എല്ലാവരെയും സമർപ്പിച്ച് ആരാധിക്കാം. ഈശോ 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 ഈശോ. പകലിന്റെ അധ്വാനം കഴിഞ്ഞ് നാം തളർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. കുടുംബത്തിലെ കടബാധകൾ നമുക്ക് ഈശോയ്ക്ക് കൊടുത്ത് ആരാധിക്കാം. ഈശോ 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 ഈശോ. കർത്താവിൽ ആനന്ദിക്കുവാൻ, അവിടുത്തെ സന്തോഷിക്കുവാൻ ഈ സമയങ്ങളിൽ കർത്താവ് നമുക്ക് കൃപ തരും. ഈശോയെ ആരാധിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നാം നിറയപ്പെടും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി നന്ദി. ഈശോയെ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവ് വചനത്തിലൂടെ ഈ നിമിഷങ്ങളിൽ നമ്മളോട് സംസാരിക്കും. അതെ, അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരുവനെ പോലും അവൻ തള്ളിക്കളയുകയില്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, അത് നൂറുമേനി നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഫലമണിയുവാൻ കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവവചനത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ക്രിസ്മസ് അടുത്തു വരികയാണ്. അടുത്ത ബുധനാഴ്ച ക്രിസ്മസാണ്. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെ ഓർമ്മകളും അനുഭവവുമാണ് നൽകുന്നത്. എങ്ങും നക്ഷത്രങ്ങൾ, പുൽക്കൂടുകൾ, നമ്മുടെ ഉള്ളിൽ തന്നെ വലിയ ഒരു സന്തോഷം തിരതല്ലുന്ന ദിവസമാണ് ക്രിസ്മസ്. ഈ ആഘോഷത്തിനിടയിലും നിങ്ങൾ മറന്നുപോകുവാൻ പാടില്ലാത്ത 3 പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. 1, ക്രിസ്മസ് ഒരു സദ്വാർത്തയാണ്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. എന്താണ് ഈ സദ്വാർത്ത? നമ്മളെല്ലാവരും ഭയത്തിന് അടിമകളാണ്. ക്രിസ്മസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സദ്വാർത്ത, നമ്മൾ ഇനിമേൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൂതൻ അതാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയമുണ്ടാക്കുന്ന അനവധി ദുഃഖ അനുഭവങ്ങളുണ്ട്. രോഗത്തിൻ്റെ അവസ്ഥകളുണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങളുണ്ട്. പലതരത്തിലുള്ള ഉത്കണ്ഠകളും മനോവേദനകളും നമ്മുടെ ജീവിതത്തെ ഞെരുക്കുകയും നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ എടുത്തു കളയുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖ ഇന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഞെരുക്കുന്ന പാപത്തിൻ്റെ അടിമത്തത്തെക്കുറിച്ച് നിങ്ങളിനി ഉത്കണ്ഠപ്പെടേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ മോചിപ്പിക്കുവാൻ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പിറന്ന ഒരു രക്ഷകനെ കുറിച്ചല്ല വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത്. ലൂക്കയുടെ സുവിശേഷം പറയുന്നത്, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമുക്കായി രക്ഷകൻ ജനിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിവസം നമ്മൾ തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, രക്ഷകനായ ക്രിസ്തുവേ, രക്ഷകനായ ഈശോയെ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ. ഈശോയെ സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ
ഈശോ വലിയ സന്തോഷത്തോടെ ക്ഷണിക്കപ്പെട്ട ഇടങ്ങളിലൊക്കെ അത് എത്ര മോശമായിരുന്നാലും എത്ര ദരിദ്രമാണെങ്കിലും അതൊന്നും പരിഗണിക്കാതെ കടന്നു വന്നിട്ടുള്ള കർത്താവായ ഈശോ ഈ ദിവസം നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരും, യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനാൽ ക്രിസ്മസ് ഒരു സദ്വാർത്തയാണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് മറക്കാതിരിക്കാം. 2, ക്രിസ്മസ് നമുക്ക് നൽകുന്നത് വലിയൊരു ആനന്ദത്തിൻ്റെ അനുഭവമാണ്. ഈ ആനന്ദം ഇത് ലോകത്തിന് നൽകുവാൻ സാധിക്കാത്ത ഒന്നാണ്. ലോകം തരുന്ന സുഖങ്ങൾ, അത് നൽകുന്ന ആ അനുഭവം, അതൊരു താൽക്കാലികമായ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട നല്ല ഒരു ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സന്തോഷം പിന്നെ ഇല്ല. നിങ്ങളൊരു പിക്നിക്കിന് പോകുന്നു. ആ പിക്നിക്കിന് പോകുന്ന ആ സമയത്ത്, ആയിരിക്കുന്ന സമയത്ത്, എല്ലാവരോടും കൂടെ നിങ്ങൾ മിങ്കിൾ ചെയ്യുന്ന ആ സമയത്ത് വലിയൊരു സന്തോഷമുണ്ട്. പക്ഷേ ആ പിക്നിക്ക് കഴിഞ്ഞാൽ ആ സന്തോഷം നിങ്ങൾക്കില്ല, അത് നിലനിൽക്കുന്നില്ല. ഇതുപോലെയാണ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നൽകുന്നത് താൽക്കാലികമായ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. ലോകത്തിൻ്റെ സന്തോഷങ്ങൾ അനുഭവിക്കുന്ന ഒരുത്തന് ഒരിക്കലും അവൻ്റെ സന്തോഷത്തിന് തൃപ്തി വരികയില്ല. അവൻ്റെ ആത്മാവിന് തൃപ്തി വരികയില്ല. അവൻ്റെ ആത്മാവിന് തൃപ്തി വരണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, 4:14 വീണ്ടും പറയുന്നു, എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ ഈശോ നമ്മളുടെ ഹൃദയത്തിൽ രക്ഷകനായി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു അനുഭവം ഒരിക്കലും എടുത്തു മാറ്റപ്പെടാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും കൈമോശം വരാത്ത ആനന്ദം നമ്മുടെ ജീവിതത്തിൽ, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ആ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മളെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും, ഒരു ജലധാര പോലെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആനന്ദം നമുക്ക് ലഭിക്കുന്നത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴിയാണ്. ഈശോ ഈ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആനന്ദമുണ്ടായത്, ദൈവത്തിൽ ആനന്ദിക്കാൻ സാധിച്ചത്? നേരത്തെ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി ഇതിൻ്റെ മേൽ ആവസിക്കും. നീ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുമ്പോൾ നിന്റെ ഉള്ളിൽ രക്ഷകൻ വന്ന് പിറക്കും. രക്ഷകൻ നിന്റെ ജീവിതത്തിൽ വന്ന് പിറക്കുമ്പോൾ രക്ഷകനായ ഈശോ ലോകത്തിനൊരിക്കലും നൽകാൻ പറ്റാത്ത, ലോകത്തിന് എടുത്തു മാറ്റാൻ പറ്റാത്ത ആനന്ദത്താൽ നിന്റെ ഹൃദയത്തെ നിറയ്ക്കും. ആ ആനന്ദമാണ് ഈശോയെ ഗർഭത്തിൽ സ്വീകരിച്ചപ്പോൾ, ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവായ ഈശോയെ അവിടുത്തെ ആത്മാവിൻ്റെ ആനന്ദത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു കാര്യം, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മൾ സൂക്ഷിക്കേണ്ടത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഓരോ വ്യക്തിയും അവർ തന്നെ മറന്ന് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. അവരുടെ ഫോക്കസ് മറ്റുള്ളവരിലേക്ക് തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞപ്പോൾ, രക്ഷകൻ ഹൃദയത്തിൽ വന്നപ്പോൾ ഈ ആനന്ദം പങ്കുവയ്ക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ
ഇളയമ്മയായ എലീശുവ പുണ്യവതിയെ ശുശ്രൂഷിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ രക്ഷകനായ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ളൊരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പറയുവാനുള്ള ചാതുര്യമില്ലായിരിക്കാം. നിങ്ങൾക്ക് ഒരു മാസിക ശാലോം ടൈംസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു നിർദ്ദേശമായി വയ്ക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യേകമായ ഹിതമനുസരിച്ച് ആരംഭിച്ച് 30-ലധികം വർഷങ്ങളായി കേരളീയരുടെ, മലയാളികളുടെ മനസ്സിൽ ആത്മീയ വിരുന്നൊരുക്കുന്ന മാസിക. ഇത് വിതരണം ചെയ്യുന്നത് ഒരു അനുഗ്രഹമാണ്. അത് വായിക്കുന്നവർക്കും വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, തൃശ്ശൂർ ഭാഗത്ത് ഒരു മനുഷ്യൻ മുക്കുടിയനായിരുന്നു. അദ്ദേഹം മാനസാന്തരപ്പെട്ടത് ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനത്തിൽ സംബന്ധിച്ചിട്ടല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ പലചരക്ക് കടയിൽ യാദൃച്ഛികമായി അദ്ദേഹത്തിന് കെട്ടുകളുടെ ഇടയിൽ കിട്ടിയ ഒരു മാസിക വായിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മാസിക നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ഒരു ബന്ധുവിന് ഈ ക്രിസ്മസ് ദിവസം, ഈ നാളുകളിൽ ഒരു ഗിഫ്റ്റായിട്ട്, ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുവാൻ തയ്യാറാകണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുക. ഈശോയ്ക്ക് നിങ്ങൾക്ക് നൽകാവുന്ന വലിയ ഒരു സമ്മാനമായിരിക്കും അത്. അതിലൂടെ ഒരു വർഷം മുഴുവനും ഒരു വ്യക്തി, അയാൾ മാത്രമല്ല അയാളുടെ കുടുംബാംഗങ്ങൾ, അത് മാത്രമല്ല അയാളുടെ വീട്ടിൽ വരുന്ന ആളുകളെല്ലാം ഈശോയെ കൂടുതൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് കൂടുതൽ അർത്ഥവത്തായിട്ട് ആഘോഷിക്കാം. നമ്മളിനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എപ്പോഴും ആനന്ദത്തോടെ നമുക്ക് ആയിരിക്കാം. കാരണം നമുക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. 2, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ലോകത്തിന് നൽകാൻ സാധിക്കാത്ത ആനന്ദത്താൽ നമ്മുടെ ജീവിതം നിറയും. 3, ഈ ആനന്ദം നിലനിർത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ രാത്രിയിൽ അതിനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ രാത്രിയിൽ ഈശോ നമ്മോട് പറയുകയാണ്, മകനെ നീ ഭയപ്പെടേണ്ട, മകളെ നീ ഉത്കണ്ഠപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിൻ്റെ ജീവിതത്തിലേക്ക് ഞാനിതാ കടന്നു വരുന്നു. ഈശോയെ ഉള്ളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഭയപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ട്. ഒരുപക്ഷേ മാരകമായൊരു രോഗത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കാം. ജീവിതത്തിൽ ഞെരുക്കുന്ന ഏത് അനുഭവത്തിലും ഈശോയുടെ സാന്നിധ്യം വലിയ ആനന്ദം പ്രദാനം ചെയ്യും. കർത്താവേ, അവിടുന്ന് കടന്നു വന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ആനന്ദത്താൽ നിറയ്ക്കണമേ, എൻ്റെ ഉത്കണ്ഠകളും ഭയവും എല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അനേകരെ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും, നമ്മുടെ കുടുംബത്തെയും, ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ആനന്ദത്താൽ, സാന്നിധ്യത്താൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി, മനസ്സുയർത്തി രക്ഷകനായ കർത്താവിനെ, ഉണ്ണീശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. പ്രൈസ് ദി ലോർഡ്. ഒരു സദ്വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. രക്ഷകനായ ഈശോ വിശുദ്ധ കുർബാനയിൽ സത്യമായും സന്നിഹിതനായിരിക്കുന്ന ഈശോ നമ്മെ അനുഗ്രഹിക്കുവാനായി നമ്മുടെ കുടുംബത്തിലേക്ക് ഈ നിമിഷം കടന്നു വരികയാണ്. വലിയ സ്നേഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കും. വാക്കുകൾ പുരാ
വാക്കുകൾ പുരാ പുരാ നാഥാ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിടുമേ മനമേ മനമേ വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. 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 യേശുവേ ആരാധന. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്റെ കർത്താവേ, എന്റെ യേശുവേ. ഹല്ലേലൂയ. യേശുവേ, നന്ദി നന്ദി നന്ദി. ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന. ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കണ്ണു തുറന്ന് ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹത്തോടെ ഒന്ന് നോക്കാം. നമ്മൾ ഈശോ നോക്കുമ്പോൾ ഈശോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ ഇന്ന് കടന്നു വരണം. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈശോ കടന്നു വരണം. പ്രിയമുള്ളവരെ, നമുക്കെന്തുമാത്രം കുറവുകളോ പോരായ്മകളോ ഒക്കെയുള്ള ഒരു വ്യക്തിയോ കുടുംബമൊക്കെ ആയിരിക്കാം. പക്ഷേ ഈശോയെ നീ ക്ഷണിച്ചാൽ ഈശോ വരും. കാരണം ഒരു പുൽത്തൊഴുത്തിൽ വന്ന് വിറക്കുവാൻ മാത്രം താഴ്ന്നവനാണ് അവിടുന്ന്. അവിടുത്തെ നീ ഹൃദയപൂർവ്വം ക്ഷണിച്ചാൽ ഈശോ വരും. പത്രോസിൻ്റെ ഭവനത്തിൽ അന്തി ഉറങ്ങുമ്പോൾ ആ സൃഷ്ടാവ് സർവശക്തനായ ദൈവം അവിടുത്തെ കുറവുകളുടെ ഭാഗമായി തീരുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മകൾ ഉണ്ടായിക്കൊള്ളട്ടെ, എന്തെല്ലാം കുറവുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, സ്വർഗം നമ്മളോട് പറഞ്ഞില്ലേ, ഇതാ ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നവൻ നമ്മുടെ കുടുംബത്തിൽ പിറക്കണം, നമ്മുടെ ഹൃദയത്തിൽ പിറക്കണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അവിടുന്ന് കടന്നു വരണം. എല്ലാ മേഖലയിലും യേശുവിൻ്റെ സാന്നിധ്യം നിറയണം. അനേക വർഷം ക്രിസ്മസ് ആഘോഷിച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് വലിയൊരു മാറ്റത്തിൻ്റെ ദിനമായി തീർക്കുവാൻ ഈശോദാ നമ്മളിലേക്ക് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാമോ? ഇന്ന് ഈശോയെ ഹൃദയം തുറന്നൊന്ന് ആഗ്രഹിക്കാമോ? എനിക്ക് എൻ്റെ രക്ഷകനെ വേണം, എൻ്റെ യേശുവിനെ വേണം, എൻ്റെ യേശുവിൻ്റെ കുടുംബത്തിലേക്ക് വരണം, എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് അവൻ വരണം, എൻ്റെ കുറവുകളിലേക്ക് വരണം, എൻ്റെ ബലഹീനതയിലേക്ക് വരണം, എൻ്റെ പോരായ്മകളിലേക്ക് വരണം, എൻ്റെ രോഗപീഠകളിലേക്ക് വരണം, എൻ്റെ തകർച്ചയിലേക്ക് വരണം, എൻ്റെ കണ്ണുനീരിലേക്ക് വരണം. യേശുവേ, അങ്ങ് വരണമേ. ഈശോയെ, അങ്ങ് വന്ന് പിറക്കണമേ, അങ്ങ് വന്ന് പിറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. യേശുനാഥ
യേശുനാഥ വാവ സ്നേഹനാഥ. ഈശോയെ ക്ഷണിച്ച് പാടാം നമുക്ക്. വാവ യേശുനാഥ വാവ സ്നേഹനാഥ. നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടെ ഈശോയെ വിളിക്കാം. എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ. വാവ യേശുനാഥ വാവ സ്നേഹനാഥ. വാവ യേശുനാഥ വാവ സ്നേഹനാഥ. ആനന്ദം തന്നിടണേ, ഈശോയെ പ്രാർത്ഥിക്കുന്നു. ആനന്ദം തന്നിടണേ. ഈശോയെ മക്കളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങയുടെ ആനന്ദത്താൽ ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ ആനന്ദം നിറയട്ടെ. ഈശോ ഹല്ലേലൂയ. സ്നേഹമായി വന്നിടണേ, സ്നേഹമായി വന്നിടണേ. സ്നേഹമായി വന്നിടണേ, സ്നേഹമായി വന്നിടണേ. വലിയ പ്രത്യാശ കൊണ്ട് ഈശോ നമ്മളെ നിറയ്ക്കുന്ന സമയമാണത്. നമ്മൾ കുടുംബത്തോടും ഒപ്പമിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ തിരുമുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ കഴിഞ്ഞു പോയ മാസങ്ങളിൽ, ഈ വർഷങ്ങളിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ, വീഴ്ചകൾ, രോഗങ്ങൾ, തകർച്ചകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇതാ അവയിൽ നിന്നെല്ലാം നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള, പുനരുദ്ധരിക്കാൻ കഴിവുള്ള ഈശോ നമ്മുടെ മുൻപിലുണ്ട്. ആ ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഒരു പുതിയ പ്രത്യാശയാൽ ഈശോ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുന്ന സമയമാണ്. ഹൃദയം തുറന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇതാ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ക്രിസ്തുമസ് കാലത്ത് ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം, അവിടുന്ന് ഇതാ ഒരു പുതിയ പ്രത്യാശ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചുയർത്തുന്നു. പ്രത്യാശഭരിതമായ ജീവിതത്തിലേക്ക് ഈശോ നമ്മളെ കൈപിടിച്ചുയർത്തുന്നു. നമ്മുടെ ഇരു കരങ്ങളും തുറന്നു പിടിച്ച് ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ, ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ച്, മാതാപിതാക്കളെ സമർപ്പിച്ച്, ദൈവം നൽകുന്ന പ്രത്യാശ കൊണ്ട് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, ആരാധന, മഹത്വം, നന്ദിയോടെ ആരാധിക്കുന്നപ്പാ. അങ്ങയുടെ പ്രത്യാശയാൽ ഞങ്ങളുടെ കുടുംബം നിറയട്ടെ. എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ദൈവ സമാധാനം, പ്രത്യാശ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ ഈശോ, അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. തലമുറ തലമുറ മഹത്വം, മഹത്വം, മഹത്വം. യാഹേ, അങ്ങന്റെ സങ്കേതം തലമുറ തലമുറയായി. ഉറച്ചു നീ വിശ്വസിക്കാൻ ദൈവത്തെ. മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു.
ഇന്ന് ദിവികാരൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോയെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഈ സമാധാനം നിലനിൽക്കുന്നുണ്ടോ? ആത്മാവിലൊരു സ്വസ്ഥതയുണ്ടോ? അത് അസ്വസ്ഥതകളാണോ നമ്മളെപ്പോഴും ഭരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? കുടുംബജീവിതത്തെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ, ചില രോഗങ്ങൾ, കടഭാരങ്ങൾ, മക്കളുടെ ഭാവി, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ഇവയൊക്കെ നമ്മുടെ ഹൃദയത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ലോകത്തിലേക്കല്ല നമ്മൾ തിരിയേണ്ടത്. ഭൗതികമായിട്ടുള്ള ആശ്വാസം തേടുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് സമാധാനം നൽകുവാൻ കഴിവുള്ള യേശുവിൻ്റെ സന്നിധിയിലാണ് ഈ രാത്രിയിൽ. നന്ദിയോടെ ഓർക്കണം. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, യേശുവിന് സമാധാനം തരാൻ പറ്റും. യേശുവിനല്ലാതെ മറ്റാർക്കും നമുക്ക് സമാധാനം തരാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോയെ നോക്കി കരമൊന്ന് അവൻ്റെ സന്നിധിയിലേക്കൊന്ന് തുറന്ന് നീട്ടിപ്പിടിക്കാമോ? ഈശോയോട് പറ, എൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു കർത്താവേ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, ഞാൻ ഭാരത്തിലിരിക്കുക കർത്താവേ, എൻ്റെ ഉള്ളിലൊരു സന്തോഷം തോന്നുന്നില്ല, എൻ്റെ അസ്വസ്ഥത വലിഞ്ഞു മുറുക്കുക. ഓ കർത്താവേ, അവിടുന്ന് നിത്യനായ ദൈവമാണല്ലോ, അങ്ങ് നിത്യനായ ദൈവവും ഭൂമിയുടെ സൃഷ്ടാവുമാണല്ലോ. തളരുന്നവൻ അവന് ബലം നൽകുന്നവനാണല്ലോ കർത്താവേ. ഞാനും തളർന്നു പോയി കർത്താവേ, എനിക്ക് സ്വർഗീയമായ സമാധാനം വേണം. ഒരു ശിശുവിനെ പോലെ അങ്ങയുടെ മാറോട് ചേർന്ന് നിൽക്കുന്ന ആത്മാവിലൊരു സ്വസ്ഥത എനിക്ക് വേണം കർത്താവേ. ഞാനത് അങ്ങയോട് ചോദിക്കുകയാണ്. കരങ്ങൾ അവൻ്റെ സന്നിധിയിലേക്ക് നീട്ടി ഒരിക്കൽ കൂടി ഈശോയെ നമുക്കൊന്ന് ആഗ്രഹിച്ച്, ഹൃദയം തുറന്നൊന്ന് ആഗ്രഹിച്ച് ഈശോയെന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഈശോയെ സമാധാന രാജാവേ, യേശുവേ രാജാവേ, സമാധാനമേകണമേ, സമാധാനത്തിൻ രാജാവേ, സമാധാനമേകണമേ, സമാധാനത്തിൻ രാജാവേ, സമാധാനമേകണമേ. ആരാധന, ആരാധന, ആരാധന ഈശോയേ, ആരാധന, ആരാധന, ആരാധന ഈശോയേ, ആരാധന ഈശോയേ. സാധിക്കുന്നവർക്ക് ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ മുട്ടിന്മേൽ നിൽക്കാം. ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി. ഈശോ അവനെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ദാനമായി നൽകി. അവനോടൊപ്പം ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും പ്രാപിക്കാൻ നമ്മൾ യോഗ്യരായി തീർന്നു. കർത്താവേ, നിൻ്റെ ഒരാശീർവാദം അത് മതി എനിക്ക് കർത്താവേ. നീ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി കർത്താവേ. എൻ്റെ കുടുംബത്തെ നോക്കി നീ ഒന്ന് ആശീർവദിക്കണമേ കർത്താവേ. ആശീർവാദം തലമുറകളിലേക്ക് ഒഴുകട്ടെ. നമ്മുടെ ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും സൗഖ്യമായി, വിടുതലായി, വിമോചനമായി ഓ ദിവികാരൻ്റെ ആശീർവാദത്തെ നമുക്ക് നന്ദിയോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സമാധാന
രാജാവേ സമാധാനമേകണമേ. ഹല്ലേലൂയ. സമാധാനത്തിൻ ഹല്ലേലൂയ. രാജാവേ സമാധാനമേകണമേ. സമാധാനത്തിൻ രാജാവേ സമാധാനമേകണമേ. ആരാധന മഹത്വം, ശിവേ നന്ദി, ശിവയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 ഈശോയേ. പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ച പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഒരു സദ്വാർത്ത നൽകി നമ്മെ അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, അതുപോലെ ഈ ശുശ്രൂഷ വഴി നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനുള്ള അവസരമുണ്ട്. താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ദയവായി എഴുതി അറിയിക്കുക. അതുപോലെ മധ്യസാറിലൂടെ നമ്മൾ കേട്ടു, ക്രിസ്മസ് ഗിഫ്റ്റ് ഈശോ നമ്മളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ ചുറ്റുപാടുകളിലോ ഒക്കെ ദൈവവചനമെത്തിക്കുന്ന ശാലം മാഗസിൻ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്തു. ആ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഏതൊരു വ്യക്തിക്കാണ് ഈ മാഗസിൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ സ്നേഹപൂർവ്വം സമർപ്പിക്കാം. ഈ രാത്രിയിൽ പുൽക്കോട്ടിൻ്റെ ആനന്ദത്തിലേക്ക് നമ്മളെ നയിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വീഴ്ചയുള്ളണമേ. ആമേൻ.